നമ്മുടെ വാവ സുരേഷ് ഉണ്ടല്ലോ, അതുപോലെ എന്നെയും പണ്ട് പാമ്പ് സുരേഷ് എന്ന ഒരു പേരുണ്ടായിരുന്നു എനിക്ക്. ചെന്നൈയിൽ ഒരിക്കൽ നമ്മള് ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ തിരിച്ച് എന്റെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് അപ്പുറത്തെ വീട്ടിന് ഭയങ്കര കറവടും ഇതൊക്കെ. അപ്പൊ എന്താ സംഭവം നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു പാമ്പ് നിൽക്കുന്നുണ്ട്, അതിനെ പേടിച്ചോണ്ടിരിക്കുക എന്നുള്ളത്. തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടിയുമായിട്ട് എനിക്ക് അടുപ്പമല്ല, വളയ്ക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ പറ്റിയ ചാൻസ് ആണല്ലോ, ഹീറോയിസം കാണിക്കാൻ പറ്റിയ ചാൻസ് ആണല്ലോ. അപ്പൊ അവള് മുകളിൽ ബാൽക്കണി നിൽപ്പുണ്ട്. അപ്പൊ എന്ത് പാമ്പാന്ന് എനിക്ക് അറിയാൻ വയ്യ. ഞാൻ ആൾക്കാരെ മാറ്റിയിട്ട് നേരെ പോയി പാമ്പിന്റെ വാലിന്റെ ഇത്രയും ഭാഗം മാത്രം പുറത്തുള്ളൂ, ബാക്കി അത് ഹോളിന്റെ അകത്ത് കയറി ഏതാ ഐറ്റം എന്താ ഒന്നും എനിക്ക് അറിയാൻ വയ്യ. അപ്പൊ ഇത്രയും ആൾക്കാർ മാറി നിൽക്കുകയാണേ. ഞാൻ നേരെ അടുത്ത് പോയി ഇതിനെ തമ്പി പോണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നേരെ അകത്ത് കയറുന്നു, വാലിൽ പിടിച്ചു. ആദ്യം പിടിച്ചു നോക്കിയപ്പോ മറ്റേ കക്ഷി മുകളിൽ നിൽപ്പുണ്ട്. ഓക്കെ, ചാൻസ് തന്നെ നമ്മൾ ഇത് പിടിക്കുമ്പോഴാണ് അറിയുന്നത് ഇത് നമ്മുടെ കൈൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേകതര ഒരു ഫീലാണ്. അപ്പൊ പിടിച്ചും പോയി വിടാനും പറ്റത്തില്ല, ഇത്രയും ആൾക്കാരെ നോക്കി നിൽക്കുക. വലിക്കുന്നു ഈ സാധനം പുറത്തു വരുന്നില്ല. കുറെ വലിക്കുമ്പോ കുറച്ച് പുറത്തു വരും. വന്ന് ഏതാണ്ട് ഇത്രയും ദൂരം പുറത്തു വന്നു, അപ്പോഴും അതിന് തല പുറത്തു വരുന്നില്ല. ഇതിങ്ങനെ കിടക്കുക, നീണ്ടു കിടക്കുക. അത് അങ്ങനെ അവസാനം ആകുമ്പോഴത്തേക്ക് വേറെ നിവൃത്തിയില്ല, ഇനി വിട്ടിട്ട് മാറാൻ പറ്റത്തില്ല. പിടിച്ച് വലിക്കുക വെച്ചാൽ നേരെ പിടിച്ച് ഒറ്റ വലി വലിച്ചപ്പോഴത്തേക്കും ഇവൻ നേരെ ഇങ്ങനെ ഒരു വരവായിരുന്നു. ഭാഗ്യത്തിന് അവിടെ തൊട്ടപ്പുറത്തൊരു തെങ്ങ് നിൽപ്പുണ്ടായിരുന്നു. ആക്ച്വലി പാമ്പുകളെ നമ്മൾ വാലിൽ പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്പൈൻ അപ്പോൾ ഇതായി, പിന്നെ അവിടെ കിടക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ അത് എവിടെയോ എന്റെ തലയ്ക്കകത്ത് കിടപ്പുണ്ട്. നേരെ ഇതിന് നല്ല നീളമുണ്ടല്ലോ, ഇങ്ങനെ വരുക കറക്കി നേരെ ഈ തെങ്ങില് ഒറ്റ അടി. അവിടെ ചുരുണ്ടത് കിടന്ന് ആൾക്കാരെല്ലാം ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയി. നമ്മൾ ഇവിടെ ഇംപ്രസ് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൈ തട്ടി ഞാൻ വളരെ കൂളായിട്ട് ഞാൻ ബൈക്ക് കയറി ഞാൻ പോയി. എന്ത് പറ്റിയെന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞ ശേഷം എന്റെ വീട്ടിലേക്ക് 2 പേര് വരുന്നു. അപ്പൊ ബെല്ലടിക്കുന്നു, അമ്മ പുറത്തു വരുന്നു. സുരേഷ് തമ്പി ഉണ്ടോ എന്താ കാര്യം? ഇല്ല, അപ്പുറത്തൊരു പാമ്പുണ്ടെന്ന്. അവിടെ ആ പരിസരത്ത് എവിടെ പാമ്പുണ്ടെങ്കിലും എന്നെ അങ്ങനെ പാമ്പ് സുരേഷിന്റെ പേരും അപ്പൊ അങ്ങനെ